ദ ഫ്യൂരിയസ് എന്ന് പറഞ്ഞ പടം കണ്ടു. വേറെ ലെവൽ. അന്യായ പടം എന്ന് പറഞ്ഞാൽ അന്യായ ആക്ഷൻ പടം. കഴിഞ്ഞൊരു 10 വർഷത്തിൽ ഇറങ്ങിയ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ഷൻ മൂവി. ഞാൻ പറഞ്ഞതിപ്പോൾ പണ്ട് നമ്മളിപ്പോൾ റെയ്ഡൊക്കെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സാധനം കാണുന്നത് ഇപ്പോഴാണ്. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ വേറെ കുറേ ഇപ്പോൾ നൈറ്റ് കം സോറോസും ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേറെ കുറേ ആക്ഷൻ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ട്വലൈറ്റ് ഓഫ് ദി വാരിയസ് വേൾഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ചൈനീസും ഇന്തോനേഷ്യൻ പടങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, ഇതിൻ്റെ ആ ഒരു മേക്കിങ്ങിലെ പാറ്റേണും ആ ഒരു ആക്ഷൻ കൊറിയോഗ്രഫിയൊക്കെ കണ്ടിട്ട് എൻ്റെ ആ മോനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണ് തള്ളിയിരുന്നു. അമ്മാരെ കിഡിലൻ എക്സിക്യൂഷനാണ്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതേപോലത്തെ വേറെ ആക്ഷൻ പടങ്ങളില്ല എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ജോൺ വിക്ക് ഒക്കെ ഉണ്ട്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ജോൺ വിക്ക് പടങ്ങളാണ്. പക്ഷേ ജോൺ വിക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിനേക്കാൾ കൂടുതൽ മറ്റേ ഗൺഫു ആണ്. മറ്റേ ഗണ്ണ് വെച്ചിട്ടുള്ള ഫൈറ്റുകളാണ് എനിക്ക് കൂടുതൽ കാണിക്കുക. ഇത് പക്ക മാർഷൽ ആർട്സ് പടം. നമ്മൾ മാർഷൽ ആർട്സ് പടങ്ങൾ ഇറക്കി നമ്മൾ സെപ്പറേറ്റ് പഴയ നമ്മുടെ ജാക്കി ചാൻ പടങ്ങളും ജെറ്റ്ലി പടങ്ങളും നമ്മുടെ ഡോണി യെൻ പടങ്ങളൊക്കെ ഇല്ല. അതേപോലത്തെ മാർഷൽ ആർട്സ് പടത്തിൻ്റെ കൂടെ മറ്റേ ബ്ലഡി ഭയങ്കര അധികം ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞാൽ പക്ക നമ്മുടെ ഇക്കോ വൈസിൻ്റെ പടം, മറ്റേ ടോണി ജയുടെ പടം കാണില്ല, അതേ സെറ്റപ്പ് തന്നെ. വേറെ ലെവൽ ആക്ഷൻസാണ് ഇതിൽ. സിമ്പിളായിട്ടുള്ള സ്റ്റോറി ലൈനാണ്. ഒരു മോളെ, ഒരു 10 വയസ്സായിട്ടുള്ള മകളെ കിഡ്നാപ്പ് ചെയ്ത് പോകുമ്പോൾ ഒരു അച്ഛൻ ആ കുട്ടീനെ അന്വേഷിച്ച് പോകുന്നു. നമ്മുടെ പണ്ട് വേണമെങ്കിൽ നമ്മുടെ ടോം യം ഗൂങ് ഉണ്ട്, നമ്മുടെ ടോണി ജയുടെ ഒരു ആനക്കുട്ടീനെ അന്വേഷിച്ച് പോകുന്ന അതേ സെറ്റപ്പ് തന്നെയാണ്. സോ മകളെ അന്വേഷിച്ച് പോകുന്നത് ഒരു ചൈൽഡ് കിഡ്നാപ്പിംഗ്, ട്രാഫിക്കിംഗ് ആ ഒരു സെറ്റപ്പിലേക്ക്, ആ ഒരു ഗ്യാങ്ങിലേക്കാണ് അതിലേക്ക് മൂപ്പരങ്ങോട്ട് ഇൻഫിൽട്രേറ്റിനുണ്ട്, ചറ അങ്ങോട്ട് കയറി ചെല്ലും. ആൻഡ് ഇതൊരു ചൈനീസുകാരനാണ്, ആൾ സംസാരശേഷി ഇല്ലാത്ത ഒരാളാണ്. ആളുടെ മകളാണ് കിഡ്നാപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. ഇതേ സമയത്ത് പാരലി ഒരു ജേർണലിസ്റ്റ് ആളുടെ ഭാര്യ അന്വേഷിച്ചിട്ടും ഇതേപോലെ ഇറങ്ങും. ആൾ ഇന്തോനേഷ്യക്കാരനാണ്. നമ്മുടെ ജോ ടസ്ലിം ഇല്ലേ, നമ്മുടെ മോർട്ടൽ കോമ്പാക്ട് പടങ്ങളിലും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പടങ്ങളിലും ഈ പഴയ നമ്മുടെ ഈ റെയ്ഡ് പടങ്ങളിലും ഈവൻ നൈറ്റ് കം സോറസ് ഇല്ലേ, അതിൽ ഐ തിങ്ക് ഒരു ആൻറ്റി ഹീറോ അല്ലെങ്കിൽ ഒരു വില്ലൻ സെറ്റപ്പിലായിരുന്നു മൂപ്പര്. ആ ചങ്ങായൊക്കെ ഉണ്ട്, ജോ ടസ്ലിമും ദെൻ ഈ ഒരു ചൈനീസുകാരനും എന്താണ് മിയോക്സിയ അങ്ങനെ എന്താണ് മൂപ്പരുടെ പേര്. ഇവർ രണ്ടും കൂടി അങ്ങോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് അടിച്ച് പരത്തുക എന്ന് പറഞ്ഞാൽ അടിച്ച് പരത്തുക. നമുക്ക് സാധനം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. CBFC കുറേ കട്ട് ചെയ്തിട്ടുണ്ട്. അറൗണ്ട് ഒരു 20% ഓഫ് വയലൻസ് സീനുകളും പടത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചട്ടത്തിൽ ഇവർ എപ്പോഴും നിർത്തുന്ന അറിയില്ല. എന്നിട്ട് പോലും ഈ പടം ഭയങ്കര അധികം ഇൻറ്റൻസ് ആണ്. ഇതിൽ കുറേ ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും പടം ഭയങ്കര, അതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രഫി, അതിൻ്റെ മേക്കിംഗ് അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് ഇവർ എങ്ങനെ എടുത്തു, എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിലാണ് ഞാൻ ഭയങ്കര അധികം ഇമ്പ്രസ്ഡ് ആയത്. ഫസ്റ്റ് സീനിൽ തന്നെ, ഫസ്റ്റ് ഈ കിഡ്നാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ, സ്പോയിലറല്ല, ജസ്റ്റ് ആക്ഷൻ പടങ്ങളായതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒരു ലവ് സ്റ്റോറിനെ കുറിച്ചാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇത്രയും പറയാനുണ്ടാവില്ല. ജസ്റ്റ് ഒരു 1-2 ലൈനിൽ ഞാൻ നിർത്തും. പക്ഷേ എന്നെ കേൾക്കുന്നവർക്ക് അറിയാം ആക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം എൻ്റെ ഫേവറേറ്റ് ആണെന്നുള്ളത്. സോ ആക്ഷൻ പടങ്ങൾ പിന്നെ നമ്മൾ കാണുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളല്ല ഈ കാണുന്നത്. ഈ പടത്തിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു സാധനവുമില്ല. നമ്മൾ കണ്ടുമുടുത്ത സാധനമല്ല. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ റെയ്ഡ് തന്നെ ഒന്നും കൂടി എടുത്തു വെച്ചവർക്ക് മതി. പക്ഷെ അങ്ങനെയല്ല, കണ്ട സാധനം വരരുത്, വേറെ സാധനം വേണമെന്ന് പറഞ്ഞ് അതിനെ മാറ്റിയിട്ട് ഇവർ ചെയ്യുന്ന കുറേ പരിപാടിയുണ്ട്. ഈ ചങ്ങായി മോളെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഒരു ഓട്ടമുണ്ട്. ലിറ്ററലി പറയാം, അത് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഓടുന്ന ഓട്ടം, ഇപ്പോൾ പറഞ്ഞപ്പോൾ എക്സാഗ്രേറ്റഡ് ആയി പോകുമെന്നറിയില്ല. ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ ഓടിക്കളിക്കില്ലേ, ഓട്ട മത്സരമൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് ഓടി കളിക്കുമ്പോൾ ഈ നമ്മൾ തെറിച്ചിട്ട് ഓടും. ഈ ചെറിയ കുട്ടികളൊക്കെ ഓടുന്നുണ്ട് അങ്ങനെ. നമ്മളിപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണും. ഞാനങ്ങനെ ഓടിയിട്ടുണ്ട് കുറേ. നമ്മൾ പലരും ഓടിയിട്ടുണ്ടാവും. തെറിച്ചോടുക എന്ന് പറഞ്ഞാൽ നമ്മളെ കാല് എയറിൽ നിന്ന് ഇങ്ങനെ തെറിക്കും. നമ്മളിങ്ങനെ ഇങ്ങനെ പറക്കണം പോലെ നമുക്കൊരു ഫീൽ വരും. നമുക്ക് ആ വിൻഡൊക്കെ നമുക്ക് അടിക്കാൻ പറ്റും. നമുക്ക് അതായത് നമ്മൾ സാധാരണ ഓട്ടമല്ല, നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് നമ്മൾ പിടിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ടൊരു ഓട്ടം ഉണ്ടല്ലോ, ആ സാധനം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സാധനമാണ്. അതായത് നമ്മളിങ്ങനെ ഓടുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സാധനം നമുക്കൊരു പടത്തിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ അറിയില്ല. ആ സാധനമാണത്. ഈ പടത്തിൽ ഫുള്ളായിട്ട് അതൊന്നുമില്ല, ജസ്റ്റ് ഒരു എത്രയോ സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സാധനം ഒരു കിഡിലിനായിട്ട് അതിൻ്റെ സൗണ്ട് ഡിസൈൻ, നമ്മൾ ഓടും ഇങ്ങനെ തെറിക്കുമ്പോൾ ആ ഒരു ഗഷ് ഫീൽ ഉണ്ടല്ലോ, ഇങ്ങനെ പൊട്ടാന്ന് പറഞ്ഞിട്ട് ഒരു അഡ്രിനാലിൻ ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് ഓടുന്നൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതാണ് ഈ പടത്തിൽ നമുക്ക് കാണാൻ പറ്റുക. റീസെൻ്റ് മറ്റേ 100 മീറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പടം കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു ആനിമി പടമാണ്. അതിലും ഇതേപോലെ ഈ ഒരു ഫീൽ കിട്ടും നമുക്ക്. ഈ ട്രാക്ക് ചെയ്ത് വരില്ലേ, ഈ ഓട്ടം ട്രാക്ക് ചെയ്യുന്നൊരു സെറ്റപ്പ് ഉണ്ട്. ഈ നമ്മുടെ ആരാണ് ഓടുന്നത് അതിൻ്റെ കൂടെ തന്നെ സിനിമാറ്റോഗ്രാഫർ അല്ലെങ്കിൽ ക്യാമറമാനും കൂടെ ഓടണമെന്ന് പറയില്ല, ആ സെറ്റപ്പാണ്. ഈ കൂടെ ഇങ്ങനെ ഓടി ഇങ്ങനെ വരികയാണ്. ഇത് ഇങ്ങനെ എത്ര പവറിലാണ് ഓടുന്നത് അതേ പവറിൽ തന്നെ ഈ ക്യാമറയും ട്രാക്ക് ചെയ്ത് വരുമ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് അത് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ കൊടുക്കുന്ന അടി, എൻ്റെ മോനെ, അത് എന്താ പറയുക, ചില സ്ഥലത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള സമയത്ത് മാത്രം ഇതിപ്പോൾ ഇങ്ങനൊരു ആക്ഷൻ്റെ കാര്യമില്ലല്ലോ, ഈ ഒരു ആക്ഷൻ കാണിക്കാമെന്നൊക്കെ തോന്നും. ഫോർ എക്സാമ്പിൾ ചില മൂവ്സ് അതിപ്പോൾ അങ്ങനെ മര്യാദയ്ക്ക് അടിച്ചാൽ മതി, അതിപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ അടിക്കണം എന്ന് ആവശ്യമില്ല എന്ന് പല സമയത്ത് തോന്നുന്നുണ്ടെങ്കിലും ഒരു 90% പടത്തിൽ
ആക്ഷൻ ബ്ലോക്കുകൾ നല്ല കിടിലിനായിട്ടാണ് വെട്ടിപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കുന്ന ഓരോ അടിയും നമുക്ക് ആ ഒരു ഓരോ പഞ്ച് ഫീൽ ആവും. അഡ്രിനാലിൻ ഇങ്ങനെ പമ്പ് ചെയ്തിട്ടാണ് ഈ ഒരു പടം മുഴുവനായിട്ട് കൊണ്ടുപോവുക. ഒരു മൊട്ട അടിച്ചിട്ടുള്ള ചങ്ങായിയുണ്ട്. ഒരു ബാൾഡായിട്ട് അല്ല ഹെവി ഒരു സൈസായിട്ടുള്ള സാധനം. അപ്പോൾ ചങ്ങായിനെ വേറെ ഏതോ പടത്തിലേക്ക് കണ്ടിട്ടുണ്ട്. യമ്മാ ആക്ഷൻ എന്നറിയോ. ആളുടെ ഒരു കുറേ ഐക്കോണിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇങ്ങനെ ഈ നിലത്തിങ്ങനെ ഈ തവളച്ചാട്ടം പോലെ ചാടലും ഒരു ഞണ്ടിൻ്റെ സ്റ്റൈലിലൊക്കെ സൈഡിലേക്ക് കൊടുന്നു. അങ്ങനത്തെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ഐക്കോണിക് ആയിട്ടുള്ള പരിപാടിയും. ദെൻ ഈ ഒരു ചൈനീസുകാരന് ഒരു ചുറ്റിക കൊടുത്തിട്ടുണ്ട്. ആ ചുറ്റിക വെച്ചിട്ട് ആ ചങ്ങായിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? പണ്ട് ഓൾഡ് ബോയിലൊക്കെ കണ്ടിട്ടുള്ള ആ സെറ്റപ്പ്. അതിൻ്റെ ഒരു 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 10x വെർഷൻ. ദെൻ ജോ ടെസ്ലിൻ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ചങ്ങായി ഇങ്ങേരുടെ കൂടെ അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷേ ആൾക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയുള്ള കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പടത്തിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ചങ്ങായിയാണ്, ഈ ചൈനീസുകാരൻ. പൊള്ളിച്ചടിക്കുന്നുണ്ട്. ആളുടെ ഒരു മോളുണ്ട്. മോളുടെ ചെറിയൊരു ആക്ഷൻ സീക്വൻസുകളൊക്കെ വരും. അതും നീറ്റായിരുന്നു. ആൻഡ് ഈ സിനിമ അവസാനത്തെ ഒരു 20-30 മിനിറ്റ് ഉണ്ട്. അതായത് ആകെ 1.5 മണിക്കൂർ, ഒരു 1.25 മണിക്കൂർ എന്നുള്ളൊരു പടം. അതിൻ്റെ ആ ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് ആക്ട് മുഴുവൻ ഒരു ക്ലൈമാക്സ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അതെവിടെ എങ്ങനെയൊന്നും പറയുന്നില്ല. ആ സാധനം ഉണ്ടല്ലോ, രോമ എണീറ്റിക്കുക പറയില്ലേ, ലിറ്ററലി അതാണ്. നമ്മളങ്ങനെ കോരി തെരിച്ചു പോയി ഇത് കണ്ടിട്ട്. ഇങ്ങനെ അഡ്രിനാലിൻ ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് ഈ സ്ക്രീനിൽ നമ്മൾ ഇതിപ്പോൾ ഒരു മൈന്യൂട്ട് സ്പോയിലറാണ്. ഞാൻ ആരെ എന്താണെന്നും പറയുന്നില്ല, എവിടെയാണെന്ന് പോലും പറയുന്നില്ല. നമ്മൾ 1 vs 1 കണ്ടിട്ടുണ്ട്, 2 vs 2 കണ്ടിട്ടുണ്ട്, ഇപ്പോൾ 2 vs 3യും കണ്ടിട്ടുണ്ട്. അങ്ങനെ പല രീതിക്ക് 2 പേരും 3 പേരും ചിലപ്പോൾ ഒരാൾ തന്നെ 2 പേരായിട്ട് ഫൈറ്റ് ചെയ്യണതും 2 പേര് 2 പേരായിട്ട് ഫൈറ്റ് ചെയ്യണതും 4 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചറപറ അടി കൂടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. 5 vs 1 അല്ലെങ്കിൽ എങ്ങനെ പറയുക, ഇപ്പോൾ ഒരു 5 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഇവർ ഫുൾ കംപ്ലീറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുക. ഈ സാധനം എങ്ങനെ ഒരു ട്രാക്ക് ചെയ്ത് അതും മറ്റേ സ്പീഡ് റാമ്പ് ചെയ്തിട്ടോ ഇങ്ങനെ മോഷൻ നീക്കിയിട്ടോ നമ്മൾ പല സിനിമകളും കാണിക്കുന്ന പോലെ ക്വിക്ക് കട്ട്സ് പരിപാടിയൊന്നുമില്ല. ക്യാമറ സ്റ്റില്ലാണ്, ക്യാമറ അവിടെ ഉണ്ട്. ഈ സാധനം ഫുൾ നമുക്ക് കാണാം. അതുകൊണ്ട് എഡിറ്റർക്ക് വലിയ പണിയൊന്നുമില്ല. അത് ഇങ്ങനെ വേണം പടം നടക്കാൻ. ആക്ഷൻ പടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കണം. അല്ലാണ്ട് ക്വിക്ക് കട്ട്സ് ഒക്കെ നടത്തിയിട്ട് ഒരു അടി കൊള്ളുമ്പോഴേക്ക് ഇപ്പുറത്ത് മറ്റേത് അപ്പുറത്ത് ഇങ്ങനെ ഒരു 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഒരു 15 കട്ട് വെച്ചിട്ടാണ് മിക്ക ആക്ഷൻ പടങ്ങൾ ഇടുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ആക്ഷൻ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ പീക്ക് എന്ന് പറഞ്ഞാൽ ഒരു പീക്കാണ്. ലിറ്ററലി സ്ക്രീനിൽ നമ്മൾ എങ്ങോട്ട് നോക്കണമെന്ന് കൺഫ്യൂഷനാവും. 5 പേരാണ്. ഈ 5 പേർക്ക് ഓരോ മൂവ്സ് ഉണ്ട്. 5 പേരും അങ്ങോട്ട് ഇങ്ങോട്ട് ഒരാൾ ആരടിക്കണമെന്ന് മൾട്ടിപ്പിൾ വാച്ച് ഞാൻ പല പടങ്ങൾ പറയാറില്ല. ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ വാച്ച് ചെയ്യണം. കാരണം ചില മൂവ്സൊക്കെ നമ്മൾ മിസ്സാക്കി പോയിട്ടുണ്ടാവും. ലിറ്ററലി സ്ക്രീനിൽ ഇങ്ങനെ അവിടെ അവിടെ എന്ന് പറഞ്ഞ് ഈ 5ഉം കൂടി ചറവറ അടി, മരണടി. ആ സീനൊക്കെ എൻ്റെ മോനെ ഇത് എങ്ങനെയാണ് അവർ എടുത്തതെന്ന് പറഞ്ഞുള്ള രീതിയിലാണ് ഞാൻ. അല്ലാണ്ട് ആ ഒരു ഇമോഷൻ കൊണ്ടോ അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിൻ്റെ ആവശ്യം കൊണ്ടോ ഒന്നുമല്ല. ലിറ്ററലി ഈ സിനിമ എങ്ങനെ ഹൗ ദ ഹെൽ ഡിഡ് ദേ മെയ്ഡ് ദിസ് മൂവി എന്നുള്ളൊരു മൈൻഡാണ് എൻ്റെ മൈൻഡിൽ ഫുള്ളായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഞാൻ എത്ര ആക്ഷൻ പടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ പുതിയ ആൾക്കാർ വന്ന് പുതിയതായിട്ട് ഇമ്പ്രസ് ചെയ്യുന്ന സമയത്ത് ഐ ആം കംപ്ലീറ്റ്ലി ഇംപ്രസ്ഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഒബ്സസ്ഡ് വിത്ത് ദിസ് ആക്ഷൻ മൂവ്സ്. അതിൽ വയലൻ്റായിട്ടുള്ള സീനുകൾ കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ആക്ഷൻ കൊറിയോഗ്രഫി ഉണ്ടല്ലോ. അതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചങ്ങായി ഇതിൻ്റെ ഡയറക്ടർ ഇങ്ങർക്ക് അവർ ചെയ്തു വെച്ചിട്ടുള്ള പാറ്റേൺസ് ഉണ്ട്. ഇങ്ങനെ പണ്ട് മുതലേ നമ്മുടെ ഒട്ടുമിക്ക ഡോണിയൻ സിനിമകളുടെയും സ്റ്റൺ മാസ്റ്ററാണ്. അതായത് നമ്മുടെ റൊറോണി കെൻഷനിൽ കിട്ടിലും പടങ്ങളാണ്, കണ്ടിലേക്ക് കണ്ടുപോകണം. 5 പടമുണ്ട്. 5 പടത്തിൻ്റെ സ്റ്റൺ മാസ്റ്ററാണ്. ദെൻ നമ്മുടെ ഈ റീസെൻ്റ്ലി മൂപ്പർ ചെയ്ത് മറ്റേ ടൊയ്ലറ്റ് ഓഫ് ദി വാരിയസ് വാൽഡിൻ, ആ ഒരു ചൈനീസ് പടം, അത് കിടിലും പടമായിരുന്നു. അത് കുറേ പേരൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പടം ഇറങ്ങിയതേ ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു. അതും വേറെ ലെവൽ പടമായിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടൊക്കെ വരാതിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ തന്നെ സ്റ്റൺ മാസ്റ്ററാണ്. ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ മൂപ്പർ സ്റ്റൺ മാസ്റ്ററായിട്ട് ഇരുന്ന ഒരാൾ, അതായത് സ്ഥിരമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ചാഡ് സ്റ്റെഹൽസ്കി ഈ ജോൺ വിക്ക് എടുത്തത് അതേപോലെ തന്നെയാണിത്. അത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് മൂപ്പര് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി ഒരു പടത്തിലിടുകയാണ്. നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ നമ്മുടെ തമിഴിൽ മറ്റേ അൻപരുവില്ലേ, അവർ സ്റ്റൺ മാസ്റ്റേഴ്സ് ആയിരുന്നു. അവരിനിപ്പോൾ കമലഹാസൻ വെച്ചൊരു പടം എടുക്കണമെന്ന് പറഞ്ഞില്ല. അതിൽ നമുക്ക് കാണാം എന്തൊക്കെയാണ് ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ ചെയ്തിട്ടുള്ളത്, ഫുള്ളായിട്ട് ഇൻപുട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മുഴുവൻ അങ്ങോട്ട് കൊട്ടിയിട്ട് എടുത്തിട്ടുള്ളൊരു പടം. എനിക്ക് ഈ പടം ഒരു വട്ടം കണ്ടിട്ട് പോരാ, എനിക്ക് ഇനിയും കാണണമെന്നുണ്ട്. 1-2 വട്ടം കാണുന്നുണ്ട്. അത്രയും എനിക്കധികം എൻഗേജിങ് ആയി. ഇതിൽ ആ ഒരു സ്റ്റേജിങ്ങും മറ്റ് ഇടയ്ക്ക് വന്നു പോകുന്ന ക്യാരക്ടേഴ്സൊന്നും അത്ര വലിയ ഇമ്പാക്റ്റ്ഫുൾ അല്ലെങ്കിലും ഈ ആക്ഷൻ അവരെ സെറ്റ് ചെയ്തിരിക്കുന്നതും അവരുടെ ഒരു സ്റ്റേജിങ് ഉണ്ട്. ഈ ആക്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ കൊണ്ട് വെച്ചിരിക്കുന്ന കുറേ സ്റ്റേജിങ് ഉണ്ട്. അതൊക്കെ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഐറ്റം. ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ
ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. പറയാൻ വിട്ട ഒരു സാധനം, മറ്റേ റെയ്ഡിൽ മറ്റേ ചങ്ങായില്ല, മറ്റേ മുടി വളർത്തിയിട്ട് ഇതിലൊരു അമ്പ് വിടുന്ന ചങ്ങായാണ്. മൂപ്പരും ഉണ്ട് ഇതിലൊരു പ്രോപ്പർ വില്ലനും ഉണ്ട്, ഈ പറഞ്ഞ പോലെ മൊട്ടടിച്ച ചങ്ങായും ഉണ്ട്, ഈ ചങ്ങായി ഉണ്ട് നമ്മുടെ ചൈനീസുകാരനും, ദെൻ നമ്മുടെ ഇന്തോനേഷ്യൻ ജോട്ടസ്ലിം. മതി. ഇതിലിനി ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കുകയാണെങ്കിൽ ആ ഇക്കോ ബേസിനെയും ഒരു ടോണി ജാനും കൂടെ ഇങ്ങോട്ട് പിടിച്ചിട്ടാൽ, അല്ലെങ്കിൽ ഒരു ഡോണിയനും കൂടി ഇങ്ങോട്ട് പിടിച്ചിട്ടാൽ മതി. ഡോണിയനൊക്കെ വയസ്സായി, ടോണി ജായ്ക്കും വയസ്സായി, പക്ഷേ ഇക്കോയ്സ് ഇപ്പോഴും അടിക്കും, നല്ല അടിയാണ്. പക്ഷെ അതൊന്നും വേണ്ട, ഇത് മതി, ഇത് കണ്ടു നോക്കുക. വേറെ വെട്ടിക്കെട്ട് ആക്ഷൻ പടം തീർച്ചയായിട്ടും കാണുക, മസ്റ്റ് വാച്ച് ഐറ്റം കണ്ടു നോക്കുക. കണ്ടുവരണമെങ്കിൽ സിനിമ പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.